ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ക്രീപ്പ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ ക്രീപ്പ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് ആ ടിഷ്യൂ പേപ്പർ ഇതുപോലെ അതിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള ബഡ് പോലെ വരുന്ന ആ ഭാഗമാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ മുട്ട് പോലെ വരുന്ന ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് കുറച്ച് എതളുകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീപ്പ് പേപ്പർ സ്ട്രെച്ച് ചെയ്യുന്ന പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കമ്പിക്ക് പകരം ഈർക്കിലിയോ അങ്ങനെ എന്തായാലും മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ആ മൊട്ടിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പെറ്റലും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ പല ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളർ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്, വൈറ്റ് പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്രീപ്പ് പേപ്പർ വെച്ചിട്ട് തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ടീഷർട്ട്, എഗ് ഷെല്ല് വെച്ചിട്ട്, സ്ട്രോ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്നും 5:30ക്കാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും വന്നിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പെറ്റൽസൊക്കെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രീപ്പ് പേപ്പർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ചെറിയ ലീവ്സ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗ്രീൻ ടേപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ആ കമ്പിയിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്